20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയ സ്കൂള് ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത സ്കൂളായിരുന്നു. ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ഉൾക്കൊള്ളണമെങ്കിൽ കുറേ കാലം കാത്തിരിക്കേണ്ടി വരുന്നു പലപ്പോഴും. 20 വർഷം കഴിഞ്ഞപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ പ്രയാസം എന്താണ് എന്നും അതിൻ്റെ പരിഹാരം എന്താണെന്നൊക്കെ ബഹുമാന്യമായ വിദ്യാഭ്യാസ മന്ത്രിത്തിന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. 20 വർഷം മുമ്പ് തുടങ്ങിയ ഫേസ് പബ്ലിക് സ്കൂളിൽ അവിടെ പഠിച്ച ഏതൊരു കുട്ടിയോടും ഏതൊരു രക്ഷിതാവിനോടും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കും അവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ തുടങ്ങിയതായിരുന്നു സഹറത്തുൽ ഖുർആൻ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെയും നമ്മൾ അതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്തു. ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത സ്കൂള്, ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത സിസ്റ്റം. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാവരും തുല്യരാണ്. എല്ലാ ആളുകളോടും മുഖത്ത് നോക്കി അധ്യാപകർക്ക് സംവദിക്കാൻ കഴിയുന്നു. ഇത് ഏറ്റവും വലിയ ഒരു മാറ്റം അന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇന്നത് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, തിയറിറ്റിക്കലായിട്ട് BEdലൊക്കെ പഠിക്കുന്നുണ്ടാവും. അടിക്കല്ല വേണ്ടത്, ചീത്ത പറയല്ല വേണ്ടത്. അത് വളരെ കോൺട്രവേഴ്സിയാണ് ഇപ്പം, അടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അടിക്കാൻ എന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ നിയമം പറയുമ്പോഴും പിന്നെ എന്ത് എന്നുള്ളതാണ്. ഇത് പ്രായോഗികമാണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഫേസ് സ്കൂളിൽ. ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊരു സംരംഭമാണ് സഹറത്തുൽ ഖുർആൻ ZQ എന്നൊരു സംരംഭം തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്.